എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഓലച്ചുവടിയിലേക്ക് വീണ്ടും സ്വാഗതം. ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു വർണ്ണത്തിൻ്റെയോ ഭാഗമല്ല. അത് ഭൂമിയിലുള്ള സകല മനുഷ്യരാശിക്കും ഉതകുന്ന വിധമുള്ള ഒരു വലിയ ശാസ്ത്രമാണ്. ജ്യോതിഷത്തിൽ പരിഹാരങ്ങളില്ല. പരിഹാരം ചെയ്യാമെന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് പൈസ ചോദിച്ചാൽ കൊടുക്കരുത്. തുലാം രാശിക്കാരുടെ വ്യാഴമാറ്റത്തെക്കുറിച്ച് ഒന്ന് അവലോകനം ചെയ്തു നോക്കാം. തുലാം രാശി എന്ന് പറയുന്നത് ചിത്തിര 3-4 പാദങ്ങളും സ്വാതി 4 പാദങ്ങളും വിശാഖം 1, 2, 3 പാദങ്ങളും അടങ്ങുന്നതാണ്. രാശിചക്രത്തിൽ 7ാമത് രാശിയും 180 മുതൽ 210 വരെ ഡിഗ്രിയിലും സഞ്ചരിക്കുന്ന രാശിയാണ്. ഇതിനോടകം വ്യാഴത്തിൻ്റെയും ശനിയുടെയും അനുഗ്രഹ കടാക്ഷം ലഭിച്ച് തുള്ളി കുതിച്ച് നടക്കാൻ ആരംഭിക്കുന്ന തുലാം രാശിക്കാരെ, നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഏറെക്കുറെ തുലാം രാശിക്കാരും സന്തോഷത്താൽ മതിമറന്ന് നടക്കുന്ന സാഹചര്യത്തിലാണിപ്പോൾ. വ്യാഴം നിങ്ങൾക്ക് 9, 10 ആകിയ ഇടങ്ങളിലാണ് ഈ വർഷം സഞ്ചരിക്കാൻ പോകുന്നത്. ഏകദേശം 5 മാസം വ്യാഴം 9-ലും അതിനുശേഷം ഒരു 100 ദിവസം 10-ലും ശേഷമുള്ള 3-4 മാസം 9-ലുമാണ് സഞ്ചരിക്കുന്നത്. വിശദമായ തീയതിയും കാര്യങ്ങളും വേറെ ചില വ്യാഴമാറ്റ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതിനാൽ ഇവിടെ പരാമർശിച്ച് ആവർത്തന വിരസത ഉണ്ടാക്കുന്നില്ല. 2025 മെയ് മാസം 11-ാം തീയതി വ്യാഴം നിങ്ങളുടെ രാശിക്ക് 9ാം ഇടമായ മിഥുനത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. നിങ്ങൾക്ക് ഇത് ഭാഗ്യസ്ഥാനമാകും. അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ രാശിയെയും 3ാം ഇടമായ ധനുസ് രാശിയെയും 5ാം ഇടമായ കുംഭത്തെയും വളരെ മനോഹരമായി നോക്കുകയാണ്. ഈ നോട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളെ ചുറ്റിപ്പറ്റിയിരിക്കുന്നവർക്കും ഒരുപാട് നല്ല വ്യത്യാസങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇപ്പോഴേ ഉണ്ടാക്കിയിരിക്കും. ആദ്യം തന്നെ അസുഖങ്ങൾ കൊണ്ടും പണപ്രശ്നങ്ങൾ കൊണ്ടും അതിലുപരി മാനസികമായ പിരിമുറുക്കം കൊണ്ടും ബുദ്ധിമുട്ടിയിരുന്ന തുലാം രാശിക്കാർക്ക് ഇപ്പോൾ ആത്മധൈര്യവും ഒരു പുത്തൻ പ്രസരിപ്പും വന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കും. അഷ്ടലക്ഷ്മികളിൽ ധൈര്യലക്ഷ്മി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ ലക്ഷ്മികളും നമ്മുടെ കൂടെ താനാ വരുമെന്നുള്ളത് മഹാസത്യം. ഇപ്പോൾ നിങ്ങളുടെ കൂടെ ധൈര്യലക്ഷ്മി ഉണ്ടെന്നുള്ളത് സത്യമാണ്. ഇതിനോടകം പദവികളും സ്ഥാനമാനങ്ങളും നിങ്ങളെ തേടി വന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ വരാനുള്ള സാധ്യതകൾ നിങ്ങളുടെ വഴിയിൽ പ്രകാശിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ മോടി പിടിപ്പിച്ചിട്ടുണ്ടാവും. പുതിയ വീട്ടുപകരണ സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയിരിക്കും. ജീവിതത്തിൽ ഒരു പുതിയ പ്രകാശപൂരിതമായ വാസനാപൂരിതമായ ഒരു വിശാലമായ പ്രദേശത്തെ കണ്ടതുപോലെ ഇരിക്കും. നിങ്ങൾക്ക് വാഹന ഭാഗ്യമുണ്ട്. പുത്തൻ പുതിയ വാഹനങ്ങൾ വാങ്ങി വീതികളിൽ വലം വരാൻ പോവുകയാണ്. നിങ്ങളുടെ ശരീരത്തിന്, അതും ആബാലവൃത്തം തുലാം രാശിക്കാർക്കും ശരീരത്തിന് ഒരു ഉന്മേഷവും സൗന്ദര്യവും കൂടിയതുപോലെ തോന്നും. തോന്നലല്ല, അത് സത്യം തന്നെയാണ്. തുലാം രാശിക്കാർ സന്തോഷത്തിൻ്റെ ഉയരങ്ങളിൽ ഒരു ഗരുഡനെ പോലെ ഉയർന്നു പറന്നു ഭൂമിയിലുള്ള താഴ്വാരങ്ങളും മാമലകളും വൃക്ഷക്കൂട്ടങ്ങളും കടൽ അലകളും കാറ്റിൽ തലയാട്ടി രസിക്കുന്ന തെങ്ങിൻ തോപ്പുകളെയും കണ്ട് രസിക്കുന്ന കാലമാണ്. ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരും. ചെറുതും വലുതുമായ ഒരുപാട് യാത്രകൾ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വിത്തിടുന്ന മഹത്തായ ഐഡിയകൾ, ആശയങ്ങൾ ഒരുപക്ഷെ കാലങ്ങൾ കടന്നു പോകുമ്പോൾ കോടി രൂപ കൊടുത്താലും കിട്ടില്ല. തുലാം രാശിക്കാർ അപ്രതീക്ഷിതമായി വരുന്ന ഭാഗ്യങ്ങൾ കണ്ടുമുട്ടാനുള്ള തിടുക്കത്തിലാണ്. ജീവിതത്തിൽ നിങ്ങളുടെ ബന്ധുക്കൾ മൂലം, അതും നിങ്ങളുടെ സഹോദരങ്ങൾ മൂലം നിങ്ങൾക്ക് പലവിധ നന്മകൾ വന്നടയുന്ന കാലമാണ്. വീരസാഹസിക കാര്യങ്ങളിൽ, മത്സരങ്ങളിൽ, പന്തയങ്ങളിൽ നിങ്ങൾ പങ്കെടുത്ത് വിജയം കരസ്ഥമാക്കും. അതിൽ നിങ്ങളുടെ അമ്മ, ബന്ധുക്കൾ എല്ലാവരും തന്നെ നിങ്ങൾക്ക് സഹായഹസ്തമേകും. തുലാം രാശിക്കാർ, കുറച്ച് വയസ്സായവർക്ക് തോൾ വേദന, കാൽ വേദന ഇവകളെ കൊണ്ട് പൊറുതിമുട്ടിയവർക്ക് അത് സുഖമാകും. സോഷ്യൽ മീഡിയകളിൽ നിങ്ങളുടെ വിലയും നിലയും കൂടും. വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം എന്ന് പോസ്റ്റുകൾ ഇട്ട് ലൈക്കുകൾ വാങ്ങുന്ന നേരമാണിത്. യൂട്യൂബ് ചാനൽ വച്ചിരിക്കുന്നവർക്ക് അതുമൂലം വരുമാനവും പുകഴും ആദരവും വന്നു ചേരും.
വലിയ TV ചാനലിൽ വർക്ക് ചെയ്യുന്നവർ, ചാനൽ വച്ചിരിക്കുന്നവർ എല്ലാവർക്കും അത്ഭുതകരമായ കാലമാണിത്. നിങ്ങൾ അതിവിശാലമായ, കണ്ണഞ്ചിപ്പിക്കുന്ന, മനോഹരമായ ഒരു പ്രദേശത്ത് വിഹരിക്കുന്നത് പോലെ തോന്നും. നിങ്ങൾക്ക് സ്വാതന്ത്ര്യവും സമാധാനവും പണവും എല്ലാം വന്നു ചേരും. തുലാം രാശിക്കാർ അഭിനേതാക്കൾ, സംഗീതജ്ഞർ, പടം വരയ്ക്കുന്നവർ, മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുന്നവർ എന്നുവേണ്ട സകല തുറകളിലുമുള്ള കലാകാരന്മാർക്കും നിങ്ങളുടെ കഴിവുകൾ വെളിപ്പെടുത്തുന്നതിനും അതിന് പുരസ്കാരങ്ങൾ വാങ്ങിക്കുന്നതിനും അനുമോദനങ്ങൾ വാങ്ങിക്കുന്നതിനുമുള്ള തക്ക സമയമാണ്. പണവും വന്നു ചേരുമെന്നുള്ളത് സത്യം തന്നെ. ദൂരത്ത് നിന്നും നിങ്ങൾക്ക് വരുന്ന സന്ദേശങ്ങൾ നിങ്ങളെ അമ്പരപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യും. അമ്മയുടെ അടുത്ത് നിന്നും നിങ്ങൾക്ക് രഹസ്യമായ പല ഉപകാരങ്ങളും ആദായങ്ങളും വന്നു ചേരും. ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് തോന്നും. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ദേവാലയത്തിൽ പോയി കുറേ പണം കൊടുത്തിട്ട് അത് നോട്ടീസിൽ പേര് വയ്ക്കുകയോ മൈക്കിൽ അനൗൺസ് ചെയ്യുകയോ ചെയ്ത് സന്തോഷിക്കുന്നത് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ആ ദേവാലയത്തിൽ ചെലവ് ചെയ്യുന്ന തുക നിങ്ങളുടെ അരികിലോ അല്ലെങ്കിൽ ദൂരത്തോ ഉള്ള ഭക്ഷണത്തിനും വസ്ത്രത്തിനും കഷ്ടപ്പെടുന്നവരെ കണ്ടുപിടിച്ച് ആരുമറിയാതെ അവർക്ക് കൊടുക്കുക. ഇത് എൻ്റെ ഒരു അപേക്ഷയാണ്. അതുമാത്രമല്ല, ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ കടം വാങ്ങി ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കുള്ളതിൻ്റെ ഒരു ചെറിയ പങ്ക് മാത്രം ചെയ്താൽ മതി, ഒരു ശകലം മാത്രം. നല്ല പദവികളിലിരിക്കുന്നവർക്ക് പദവി ഉയർവുണ്ടാകും. ഇതുവരെ സാധാരണ ഉദ്യോഗം നോക്കിയവർക്ക് പല നല്ല പദവികളും വന്നു ചേരും. തുലാം രാശിക്കാർക്ക് നിങ്ങളുടെ മക്കൾ മൂലം സന്തോഷവും ആദായവും വന്നു ചേരും. തുലാം രാശി വിദ്യാർത്ഥിനികൾക്ക് ബുദ്ധി കൂടുന്ന സമയമാണ്. പഠിപ്പിൽ നിങ്ങൾ വിലസും. അധിക മാർക്ക് വാങ്ങുന്ന സമയമാണ്. വിജയം നിശ്ചയം. തുലാം രാശി വൈദ്യന്മാർ എപ്പോഴും എല്ലാത്തിനെയും വളരെ സ്വാരസ്യമായി കാണുകയും വലിയ വലിയ കാര്യങ്ങൾ എളുതിൽ ചെയ്ത് തീർക്കുന്നവരുമാണ്. തുലാം രാശിക്കാർ വൈദ്യന്മാരെ കാണുമ്പോൾ തന്നെ രോഗികൾക്ക് അസുഖങ്ങൾ കുറെ മാറും. ഈ വ്യാഴമാറ്റക്കാലം നിങ്ങൾക്ക് പുകഴും പണവും ജീവിത സുഖങ്ങളും ഉണ്ടാക്കിത്തരും. വിവാഹം നടക്കാൻ സാധ്യതകൾ ഏറെയാണ്. ഈ വർഷം തുലാം രാശി വൈദ്യന്മാർക്ക് വിവാഹം നടക്കും. ജോലിക്ക് പോകുന്ന തുലാം രാശിക്കാർ സ്ത്രീ പുരുഷന്മാർക്ക് അവിടെ ഒരു നല്ല അന്തരീക്ഷമുണ്ടാകും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നിങ്ങളുടെ മനസ്സ് തുറക്കാനും സന്തോഷിക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് ഈ വർഷം തങ്ക ലിപികളിൽ എഴുതി വയ്ക്കാം. വലിയ മുതലാളിമാർ, വലിയ വലിയ കമ്പനികൾ വെച്ചിരിക്കുന്നവർ, ഇവർക്കൊക്കെ നല്ല കാലമാണ്. വിജയം കൊയ്തെടുക്കാൻ സാധിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഗുണിച്ചും കൂട്ടിയും എണ്ണി അടുക്കി വയ്ക്കാൻ സാധിക്കും. പുതിയ പദ്ധതികൾ രൂപകൽപ്പനകൾ ചെയ്ത് സബലീകരിക്കാം. വീട്ടമ്മമാർ, തുലാം രാശിക്കാർ, നിങ്ങൾക്ക് ജന്മനാ ഉള്ള ആഡംബര വാസനയും നിങ്ങളുടെ ശരീരവാസനയും വർദ്ധിപ്പിക്കാനുള്ള തരുണമാണിത്. ഈ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ മക്കളെല്ലാം നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾ പോലെ പെരുമാറും. നിങ്ങൾക്ക് പുതുവസ്ത്രങ്ങളും പുതു ആഭരണങ്ങളും പുതു ജീവിത ശൈലിയും വന്നു ചേരും. വീട്ടമ്മമാർ തിളങ്ങും. 13 വയസ്സ് മുതൽ 22 വയസ്സുവരെയുള്ള പെൺകുട്ടികൾ നിങ്ങൾക്ക് സൗന്ദര്യം ഒരുപാട് കൂടും. മുഖ സൗന്ദര്യം മാത്രമല്ല, നിങ്ങളുടെ അംഗലാവണ്യവും മാസ്മരികമാവുന്ന നേരമാണിത്. നിങ്ങൾക്കിപ്പോൾ അതിരാവിലെ ഭാസ്കരൻ വരുന്നതിന് മുമ്പ് തന്നെ തൂങ്ങിക്കിടക്കും മഞ്ഞുതുള്ളിയെ പളുങ്ക് പിഞ്ഞാണത്തിൽ ശേഖരിക്കണമെന്ന് തോന്നും. കാറ്റത്ത് പറന്നുവന്ന് ഞാന്നുകിടക്കുന്ന ഓലേഞ്ഞാലിയുടെ വാൽ കൊണ്ടുവന്ന് കിരീടമുണ്ടാക്കി തലയിൽ വെക്കണമെന്ന് തോന്നും. അണ്ണാറക്കണ്ണന് മാമ്പഴം കൊടുത്ത് ഉറക്കണം എന്നും തോന്നും. നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. വിവാഹപ്രായമായവർക്ക് വിവാഹം നടക്കും. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമുണ്ടാകും. ഇളയ തലമുറ ആൺകുട്ടികൾ പുതു വാഹനങ്ങളിൽ പുതുമയുടൻ വലം വരും കാലമാണിത്. നിങ്ങൾക്ക് ഈ വർഷം പല മാറ്റങ്ങളെയും ഉണ്ടാക്കിത്തരും. ജീവിതത്തിൽ ഇത് ഒരു അഭ്യസിക്കൽ കാലം. നിങ്ങളുടെ ഭാവനകൾ ഭാവനയേക്കാൾ സൗന്ദര്യമുള്ളതാകും. നിങ്ങളുടെ വീട്ടിനുള്ളിൽ നിങ്ങൾക്കൊരു അംഗീകാരവും
അതിലധികം സ്നേഹവും കിട്ടുന്ന നേരമാണ്. പണം സംബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ, ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങൾ വെച്ചിരിക്കുന്നവർ നല്ല മുന്നേറ്റം കാണും. പണവരവ് അപരിമിതമായിരിക്കും. ലാഭവും വന്നു ചേരും. ഭാഗ്യവും ഉണ്ടാകും. കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്നവർക്ക് ഭാഗ്യമുള്ള കാലമാണ്. ശമ്പള വർധനവും അനുമോദനങ്ങളും വന്നു ചേരും. ജീവിതം ഒരു നീണ്ട പാതയാണ്. അത് വളരെ സുഗമമായി സഞ്ചരിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് തോന്നും. തുലാം രാശിക്കാർക്ക് വീട് യോഗമുണ്ട്. പുതിയതായി വീട് കെട്ടി, അതും മനോഹരമായ വീട് കെട്ടി പാലുകാച്ചും. ഇതുവരെ കെട്ടി പാതിയിൽ നിന്നു പോണ വീടും കെട്ടി മുഴുമിപ്പിക്കും. നിങ്ങൾക്കതിനുള്ള പണവരവും സാഹചര്യവും അനുകൂലമാകും. ചിലർ പുതിയതായി ഭൂമിയും വാങ്ങും. തുലാം രാശി രാഷ്ട്രീയക്കാർക്ക് ഇപ്പോൾ ഇലക്ഷൻ വന്നാൽ വിജയം സുനിശ്ചിതം, സംശയമേയില്ല. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ പല പടികൾ അനായാസേന താണ്ടിപ്പോകാൻ സാധിക്കും. നിങ്ങളുടെ തന്ത്രങ്ങളെല്ലാം ഫലിക്കും. നിങ്ങൾക്ക് പല വിധത്തിൽ അനുയായികൾ ആദരവ് തരും. നിങ്ങൾ സാധിക്കുന്ന കാലഘട്ടമാണ്. തുലാം രാശിക്കാരുടെ പ്രണയം ഈ കാലങ്ങളിൽ നിങ്ങൾക്ക് ശരീരം കൊണ്ട് പ്രണയിക്കുന്നതിനേക്കാൾ മനസ്സുകൊണ്ട് പ്രണയിക്കുന്ന നേരമാണ്. നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കും, ഇത് ഞാൻ തന്നെയാണോ എന്ന്. കറുപ്പ് വെള്ളയായിരുന്ന നിങ്ങളുടെ മനസ്സിനെ ആ ശലഭം ചിറകുകൾ കൊണ്ട് വർണ്ണശബളമാക്കി കടന്നുപോകും. പകലിനേക്കാൾ രാത്രികാലങ്ങൾ നിങ്ങൾക്ക് സുന്ദരമായി തോന്നും. സുന്ദരന്മാരായ പോലീസുകാർ, പട്ടാളക്കാർ, തുലാം രാശിക്കാർ, നിങ്ങൾക്ക് ഈ വർഷം പദവി ഉയർവും പുകഴും ശമ്പള കൂടുതലും വന്നു ചേരും. ജീവിതത്തിൽ പല കാണാക്കയങ്ങൾ കാണാൻ പോകുന്ന കാലമാണിത്. ഇതുവരെ ഇരുന്ന സാഹചര്യങ്ങളെല്ലാം മാറി എല്ലാം നിങ്ങൾക്കനുസരിച്ച് മനോഹരമായി മാറുന്ന നേരമാണിത്. തുലാം രാശിക്കാരെ, ഒരുപാട് സന്തോഷങ്ങൾ വരുമ്പോഴും നിങ്ങളുടെ കടമകളും കർത്തവ്യങ്ങളും നിങ്ങൾ മറക്കാതിരിക്കുക. ഇടയ്ക്ക് ഒരു 100-ൽ പരം ദിവസം നിങ്ങൾക്ക് വ്യാഴം 10-ൽ വരുന്നുണ്ട്. നിങ്ങൾ റെഗുലറായി ഗുളികകൾ കഴിക്കുന്നവർ എല്ലാം ഗുളികകൾ മുടക്കരുത്. ആരോഗ്യത്തിന് പ്രത്യേകം മുൻകരുതലുകൾ കൊടുക്കണം. രാത്രികാലങ്ങളിൽ ഉറക്കം ഇളച്ച് യാത്രകൾ, പരിപാടികൾ ആസൂത്രണം ചെയ്യാതിരിക്കുക. നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കാൻ മറക്കരുത്. വാക്കുകൾ എപ്പോഴും ശ്രദ്ധിക്കണം. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിച്ച് പ്രയോഗിക്കണം. ആരെയും മനസ്സ് വേദനിപ്പിക്കാതെ നോക്കുന്നതായിരിക്കും നല്ലത്. ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടാതെ നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ആരോഗ്യവും സൗന്ദര്യവും കുറച്ച് കൂടിയതുപോലെ തോന്നും. എങ്കിലും പെട്ടെന്ന് ആരോഗ്യം കൂടുന്നതിന് വേണ്ടി മരുന്നുകൾ, അതും ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കാതെ ഇരിക്കുക. അതുമാത്രമല്ല, ഏത് ഗുളികകൾ കഴിച്ചാലും അത് നമുക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കണം. അത് പരിശോധിച്ചിട്ട് മാത്രമേ ഗുളികകൾ കഴിക്കാവൂ. നിങ്ങളുടെ അടിവയറ്, പ്രത്യേകിച്ച് ജനനേന്ദ്രിയം സംബന്ധപ്പെട്ട അസുഖങ്ങൾ വരാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരുപക്ഷെ ഏതെങ്കിലും സൂചനകൾ തോന്നിയാൽ ഉടനടി വൈദ്യസഹായം തേടണം. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ വാങ്ങണമെന്ന് തോന്നും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങുക. ചുമ്മാതെ വാഹനം വാങ്ങി വീട്ടിൻ്റെ മുമ്പിലിട്ട് അഴക് നോക്കുകയാണെങ്കിൽ അത് ആവശ്യമേ ഇല്ല. 100 ദിവസം വ്യാഴം കർക്കിടകത്തിൽ വരുന്ന നേരം നിങ്ങൾ വലിയ വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ട് അത് നടപ്പിലാക്കാൻ വേണ്ടി വലിയ തുകകൾ കടൻ വാങ്ങാൻ തയ്യാറാകരുത്. കടൻ വാങ്ങരുത്. കടൻ തരാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ തയ്യാറായിരിക്കും. ഈ കാലഘട്ടം കഴിഞ്ഞ് ചിന്തിച്ചു നോക്കാം. വിദേശയാത്രകളുണ്ട്. ജോലിക്കായി വിദേശത്ത് പോകേണ്ട സന്ദർഭങ്ങൾ വന്നു ചേരും. ഡോക്യുമെന്റ് എല്ലാം നല്ല രീതിയിൽ ചെക്ക് ചെയ്തിട്ട് പുറപ്പെടാം. ഇത് ഒരു നല്ല കാലഘട്ടം. വിദേശത്ത് നിൽക്കുന്നവർക്കും ഒരു നല്ല കാലഘട്ടമാണ്. വരുമാനം കൂടും. സ്നേഹിതന്മാരുടെ സഹായവും ആദരവും ഉണ്ടാകും. പലവിധ നന്മകളും ഉണ്ടാവും. പണവരവും കൂടും. ജലാശയങ്ങളിൽ ജോലി ചെയ്യുന്നവർ, മത്സ്യബന്ധനം നടത്തുന്നവർക്കും ഈ കാലം നല്ല ലാഭമുണ്ടാകുന്ന കാലമാണ്. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അധികമായിട്ടുള്ള പണവരവുണ്ടാകും. മനസ്സ് സന്തോഷത്തോടെ വിഹരിക്കുന്ന സമയമാണ്. എല്ലാ തുലാം രാശിക്കാർക്കും വീട്, വാഹനം, ആഭരണങ്ങൾ, പണം, പദവി, ജോലി, പ്രണയം, വിവാഹം എല്ലാം നല്ല രീതിയിൽ വന്നു ചേരുന്ന ഒരു സമയമാണിത്. നിങ്ങൾക്ക് സ്വപ്നങ്ങളെ വിരൽ തുമ്പിലിട്ട് അമ്മാനമാടാം. ഈ കാലഘട്ടങ്ങളിൽ 2 ഫോണുകൾ കയ്യിൽ വെച്ചിട്ട് നടക്കുന്ന തുലാം രാശിക്കാർ അധികമുണ്ടാവും. തുലാം രാശിക്കാരുടെ ഒരു മനോഹരമായ കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം നന്മയ്ക്ക്, എല്ലാം വിജയത്തിനു വേണ്ടി മാത്രം. തുലാം രാശിക്കാർക്ക് ഇപ്പോൾ വർണ്ണ മീനുകൾ, പ്രണയപ്പറവകൾ, പട്ടികൾ, പൂച്ചകൾ ഇവകളെ വളർത്തണം എന്ന് തോന്നും. വളർത്താനും ആരംഭിക്കും.
ആരംഭിക്കും. നിങ്ങൾക്ക് ഈ വർഷം അത്ഭുതകരമായിരിക്കും എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി. ഓലച്ചുവടി.